ഹലോ എവ്രിവൺ, എല്ലാവർക്കും HimasVlogലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സദ്യക്ക് വിളമ്പുന്ന 2 തരം പച്ചടികൾ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളതാണ്. ഈ പച്ചടികൾ എത്ര കളർഫുൾ ആണോ അത്രയും തന്നെ ടേസ്റ്റിയുമാണ്. ഈ പച്ചടികൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ 2 പച്ചടികളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ സാലഡ് കുക്കുംബറാണ് ഉപയോഗിക്കുന്നത്. ഒരു അരമുറി സാലഡ് കുക്കുംബർ എടുത്ത് അതിന്റെ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബീട്രൂട്ടിന്റെ പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി ബീട്രൂട്ട് എടുത്തിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് പ്രിപ്പയർ ആക്കാം. ഈ അരപ്പ് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ ജീരകം എടുക്കണം. എന്നിട്ട് ഇത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് 2 പച്ചടിയുടെ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി പകുതി 2ലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒരു പച്ചടിയെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിന്റെ പകുതി തേങ്ങ എടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. തേങ്ങയുടെ കൂട്ടൊക്കെ നന്നായിട്ട് വെള്ളരിക്കയിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഈ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈര് വേണം. ഇനി നമ്മുടെ വെള്ളരിക്കയുടെ മിക്സിലേക്ക് ഇത് ശരിക്കും മിക്സ് ആയി കിട്ടണം. ഇനി നമ്മുടെ ബീട്രൂട്ടിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. നല്ല കട്ട തൈര് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയി തിക്കായി വരിക. ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ഇടികല്ല് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കണം. നന്നായി ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ ഏകദേശം 2ലേക്ക് ഓരോ ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാനുള്ള മസാല പ്രിപ്പയർ ആവും. വെള്ളരിക്കയിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ബീട്രൂട്ടിലേക്ക് ഞാൻ ഇതിന്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. കറക്റ്റ് 1 ടീസ്പൂൺ ഓരോ ടീസ്പൂൺ വെച്ചിട്ടുണ്ടാവും. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഈ കടുകിന്റെ ടേസ്റ്റും തൈരിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഈ പച്ചടിയെ നമ്മൾ ഡിഫറെന്റ് ആക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വറ്റൽമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ താളിപ്പ് നമുക്ക് നമ്മുടെ 2 പച്ചടികളിലേക്ക് മാറ്റാം. ഇതൊന്ന് ഇളക്കിയെടുക്കണം. പച്ചടികൾ 2ഉം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.